ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും ഇപ്പോൾ ഒരു പ്രൊമോ കണ്ടു കാണും. അതിൽ ബിന്നിയും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നാണല്ലോ. ഇനി അതിനകത്ത് ഇനി വേറെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി അത് എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവിലോ വന്നു കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എൻ്റെ മുന്നിലുള്ള ഒരു വീഡിയോ ആയിരുന്നു, ചെയ്യണമെന്ന് വെച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു രംഗം കണ്ടപ്പോൾ അത് ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ബിന്നിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് 2 ദിവസം മുന്നേ ഈ ബിന്നിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ബിന്നിയുടെ ഹസ്ബൻഡ് വീട്ടിനകത്തേക്ക് കയറിയ ഈ പറയുന്ന ബിന്നിയുടെ ഹസ്ബൻഡ് വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബിന്നിയുടെ ഗെയിം മൊത്തത്തിൽ മാറും എന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ബിന്നിയുടെ ഹസ്ബൻഡ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്ക്രീൻ സ്പേസ് ആർക്കാണ് കിട്ടുന്നത്. അതിനുശേഷം ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്താന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് ആർക്കാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് വരുന്നത് ആർക്കാണ് സപ്പോർട്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. 3 ദിവസം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് വരുന്നത് അനീഷിന്, ഷാനവാസിന്, അനുമോൾക്ക്, ഈ 3 പേർക്കുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം ബിന്നി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും ചൊറിയാനാണെങ്കിലും എല്ലാം പോയേക്കുന്നത് അനീഷിനോട്, ഷാനവാസിനോട്, അനുമോളോട് പിന്നെ കുറച്ച് കൂട്ടുള്ളത് കൊണ്ട് എന്നാലും ഇടയ്ക്ക് നൈസായിട്ടിരുന്ന് കുത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ആ സ്ക്രീൻ സ്പേസിൽ ഞാൻ കൂടി വരണം. നമുക്കറിയാം, വെളിയിൽ ഈ പറയുന്ന ബിന്നി വലിയ ഗെയിം കളിക്കുന്ന ആളോ ഒന്നുമല്ല, വലിയ ഗെയിമറോ ഒന്നുമല്ല. എന്താന്ന് വെച്ചാൽ ചുമ്മാ അവിടെ നിന്ന് പോകുന്നു. ആദ്യമൊക്കെ നോക്കുവാണെങ്കിൽ നേരത്തെ പുറത്താകേണ്ട ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ നിപ്പുണ്ട്. അത് ഏതോ ഭാഗ്യത്തിന് വെളി നിൽക്കുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. കുറെ പേര് പാഴായിട്ടുള്ളത്, ഇതിലും പാഴായിട്ടുള്ളതൊക്കെ വെളിയിൽ പോകണമായിരുന്നു. പക്ഷെ ബിന്നിയേക്കാൾ നല്ല ഗെയിമേഴ്സ് ഒക്കെ അതിനു മുമ്പ് വെളിയിൽ പോയി എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്തു ആയിക്കോട്ടെ, ഇപ്പോൾ ബെന്നിയുടെ ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ചേഞ്ച് ആകാൻ കാരണം തന്നെ ഈ ഹസ്ബൻഡ് അകത്ത് വന്ന് പറഞ്ഞു കൊടുത്ത 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം മിക്കവാറും ഉള്ള കണ്ടസ്റ്റൻസിന്റെ എല്ലാ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈ 3 പേർക്കുള്ള സ്ക്രീൻ സ്പേസ് ആണ്. ഈ 3 പേർക്ക് വെളിയിലുള്ള ഒരു ഫാൻ ബേസ് ആണ്. അപ്പം അവിടെ എങ്ങനെ കളിക്കണം, എന്താണ് ചെയ്യേണ്ടത്, അവരോട് പോയി ചൊറിഞ്ഞാൽ മതി. അവരോട് പോയി ചൊറിഞ്ഞ് അവർക്കെതിരെ നിൽക്കുവാണെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്ന കുറെ ഫാൻസുകാരുണ്ടല്ലോ, അവരെല്ലാം കൂടെ ബിന്നിക്ക് സപ്പോർട്ട് ചെയ്യും. അത് ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ്. എന്നുവെച്ചാൽ ഈ 3 പേരെയും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പോയി അവരെ ചൊറിയുക, അവരെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നതിലത്തെല്ലാം കുറ്റം കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ 3 പേർക്കും അനുകൂലമല്ലാത്ത ഫാൻസുകൾ ഒരുപാട് പേരുണ്ട് വെളിയിൽ. അവരെന്ത് ചെയ്യും? ബിന്നി ഇവർക്കെതിരെ പ്രതികരിച്ചു, ബിന്നി നല്ലൊരു പ്ലെയർ ആണ്, ബിന്നിയെ പൊക്കിക്കൊണ്ടുവരും. അതാണ് അവരുടെ തന്ത്രം. ആ തന്ത്രത്തിൽ ഇനി എത്ര പേര് വീഴുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഇപ്പോൾ മിക്ക കാര്യങ്ങളിലും തലയിടുകയും അഭിപ്രായം പറയുകയും അതുപോലെ ഈ പറയുന്ന 3-4 പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോഴും അതിന് മുമ്പ് അനീഷിനോട് ചൊറിയുന്നത് കണ്ടപ്പോഴും അനുമോളോട് പോയിരുന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും എല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ഈ 3 ഗ്രഹങ്ങൾക്ക് ചുറ്റിനുമാണ് കറങ്ങുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ ആരോടെങ്കിലും ഈ ബിന്നി വഴക്കുണ്ടാക്കാൻ പോയോ, അല്ലെങ്കിൽ സംസാരിക്കാൻ പോയോ, എന്തെങ്കിലും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, സ്ക്രീൻ സ്പേസ് പിടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇവരുടെ 3 പേരോടാണ് സ്ക്രീൻ സ്പേസ് പിടിക്കുന്നത്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോ ആരും ഇപ്പൊ ഈ പറയുന്ന 3 പേരെയും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പ്രൊമോ കണ്ടിട്ട് ആരെയും വെളുപ്പിക്കാനോ ഒന്നുമല്ല വന്നേക്കുന്നത്. പ്രൊമോയിൽ ഇപ്പൊ എന്തും വരാം. പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നാണല്ലോ. അപ്പൊ ഇനി അത് ലൈവ് കണ്ടാലോ അല്ലെങ്കിൽ എപ്പിസോഡിൽ വന്നാലോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അത് നമ്മൾ അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. സത്യത്തിൽ ഞാൻ ഇന്ന് വൈകിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഈ പ്രൊമോ കണ്ടപ്പോൾ എനിക്കത് പറയണം എന്ന് തോന്നി. ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഷാനവാസിനെയും അനീഷിനെയാണ് ഈ ബിന്നി ടാർഗറ്റ് ചെയ്യുന്നത്. അനുമോളെ അത്രയും ടാർഗറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ 2 പേരെ മാത്രം അത്രയും ടാർഗറ്റ് ചെയ്യാൻ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ നിൽക്കുമ്പോഴേ വെളിയിൽ ശ്രദ്ധ പിടിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇവർക്കെതിരെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എതിരെ നിൽക്കുന്ന ഫാൻസുകാരെല്ലാം ശ്രദ്ധിക്കും. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ കുറച്ച് ഡൗൺ ആണ്. അക്ബർ, ആര്യനെ ഇവരെല്ലാം ഡൗൺ ആയിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഗോൾ അടിക്കാൻ പറ്റുന്ന ആ അവസരം ബിന്നി മുതലാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഒരു എവിക്ഷൻ നടന്നതായിട്ട് അറിയുന്നു. ജിസേൽ ഔട്ടായി, അതുപോലെ ഒനിയിൽ ഔട്ടായി എന്നാണ് കേൾക്കുന്നത്. സാറ്റർഡേ എപ്പിസോഡിൽ ഒനിയിലും സൺഡേ എപ്പിസോഡിൽ ജിസേലും ഔട്ടായെന്നാണ് കേൾക്കുന്നത്. എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ജിസേൽ ഇതിന് മുമ്പേ പോകേണ്ടതായിരുന്നു. ജിസേലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പോൾ എടുത്തു നോക്കിയാലും ജിസേല് ഏറ്റവും ലാസ്റ്റ് 5%, 6%-ൊക്കെ കിടന്ന ജിസേലാണ്. ഇത്രയും ദിവസം അവിടെ നിന്നു എങ്ങനെയാണെങ്കിലും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്ക് അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് വോട്ടുകൾ ജിസേലിന് കയറുന്നുണ്ടായിരുന്നു. അത് ബോട്ട് അടിക്കാൻ പറ്റുന്ന വോട്ടുകളാണ്. ഈ ഫേസ്ബുക്കിലൊക്കെ ബോട്ട് അടിക്കാൻ പറ്റും, പക്ഷെ യൂട്യൂബിൽ അങ്ങനെ വോട്ട് കയറ്റാൻ പറ്റത്തില്ല.
ആ വോട്ടിങ്ങിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും യൂട്യൂബിൽ ഒരുപാട് വോട്ടിംഗ് കുറവായിരുന്നു. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ബോട്ട് അടിച്ച് കയറ്റാൻ പറ്റും. അങ്ങനെ വോട്ടിന്റെ മേളിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒറിജിനലായിട്ട് വോട്ട് നോക്കുന്ന കൗണ്ട് ചെയ്യുന്നിടത്ത് അവിടെ വോട്ടില്ലാതിരിക്കാം. എന്തായാലും വോട്ടില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയൊക്കെ നിന്നുപോയി 4-5 ആഴ്ചയായിട്ട് ഗെയിമിന് പോലും വന്നിട്ടില്ല. എന്തായാലും സാബുമോൻ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ജിസേൽ ഔട്ടാവുന്നെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ സാബുമോൻ എവിടെ നിന്നാണ് ഇത്രയും ഫാൻസ് എന്ന് ഞാൻ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. സാബുമോൻ അവിടെ എന്ത് കാണിച്ചിട്ടാണ്? അതിലും കൂടുതൽ ജിസേൽ സ്ക്രീൻ സ്പേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ സാബുമോൻ അവിടെ ചിരിച്ച് കളിച്ച് ഓടി നടക്കുന്നു. ഇനി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും പേരുണ്ടാവുമോ അങ്ങനെയൊക്കെ ഈ സാബുമോനൊക്കെ വോട്ട് കൊടുക്കാൻ? കൺഫ്യൂഷൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ഒനിയിലും നേരത്തെ പോകേണ്ട ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒനിയിൽ ഇപ്പൊ പോയി. എന്തായാലും ഇനിയുള്ള ഇത്ര ദിവസങ്ങളിലേ ഉള്ളൂ. അപ്പൊ ഇനി കടുത്ത നോമിനേഷനുകളാണ് വരാനിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഔട്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നുവെച്ചാൽ ആടി ആടി നിൽക്കുന്ന വോട്ടുകളുണ്ട്. ഇപ്പോഴും ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സീസണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഗെയിം കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. അല്ലാതെ ഈ അന്തം ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അനീഷിനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും അക്ബറിനാണെങ്കിലും അനുമോൾക്കാണെങ്കിലും ഇവർക്കെല്ലാം ഒരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ അത് ഇപ്പം അവർ നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും അവർക്ക് ആ വോട്ട് അവിടെ തന്നെ വീഴത്തുള്ളൂ. അങ്ങനെ കുറച്ച് പേരുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്നവരാണ്. അത് ഈ സീസണിന്റെ പ്രത്യേകതയാണ്. ഇതല്ല, ഓരോ എപ്പിസോഡുകളും കണ്ട് അല്ലെങ്കിൽ ഓരോ ലൈവും കണ്ടിട്ട് അവർ ഓരോ ദിവസവും വോട്ട് മാറ്റി കൊടുക്കുന്നവരുണ്ട്. ഇന്നയാളെ ഇഷ്ടമാണ്, ഇന്നയാളൊന്നും കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ വോട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് ഇപ്പോഴത്തെ ഈ എവിക്ഷൻ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ജിസയിൽ ആദ്യം വന്ന സമയങ്ങളിൽ ഒരു ഗെയിമിലേക്ക് ഒന്ന് വന്നിരുന്നു. ആ ഗെയിമിലേക്ക് വന്നത് തന്നെ അനുമോളുമായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു. അനുമോളായിരുന്നു അവിടെ ജിസൈലിന് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ലിപ്സ്റ്റിക്കിന്റെ പേരിലും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഒളിച്ചു വെക്കുന്നതിലും ഓരോ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതിലും ഒക്കെ ഓരോ കണ്ടുപിടിക്കാൻ വേണ്ടി CID എന്നൊക്കെ നമ്മൾ ആദ്യം പറയുമായിരുന്നു. അനുമോളെ ഇവരുടെ പുറകിൽ തന്നെ നടക്കുന്ന CID എന്ന് പറയുമായിരുന്നു. ആ ഒരു ബേസിലും അതുപോലെ ഒരു മംഗ്ലീഷ് ആക്കി സംസാരിക്കുന്നു. ആ ഒരു ഇഷ്ടത്തിലൊക്കെ ഒരുപാട് പേര് ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പോകെ ജിസൈലിന്റെ ഗെയിം ടോട്ടലി ഡൗൺ ആയിക്കൊണ്ടേയിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ആര്യനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അതുപോലെ ആദ്യം വന്നപ്പോൾ പിന്നെ അക്ബറുമായിട്ടൊരു കൂട്ടുകെട്ട്, ഒനീലുമായിട്ടൊരു കൂട്ടുകെട്ട്, ഇവരെല്ലാം കൂടെ വരുന്ന ഒരു കുത്തിത്തിരിപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ആദ്യം കിട്ടിയ ഒരു ഫാൻ ബേസ് കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ പറയുന്ന ജിസൈലിന് പറ്റിയിട്ടില്ല. ആര്യന് പിന്നെയും പറ്റിയിട്ടുണ്ട്. കാരണം ആര്യൻ അവിടെ ടാസ്ക് കളിക്കുന്നുണ്ട്. ആര്യന്റെ വിജയം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആര്യൻ അവിടെ ടാസ്കിൽ നല്ല പെർഫോമൻസ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ടാസ്കിൽ ആര്യനെ വെല്ലാൻ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നല്ലപോലെ ടാസ്ക് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആര്യന് കുറച്ച് സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ആര്യൻ ഇപ്പൊ ടോപ്പ് 5 പോകാൻ യോഗ്യനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ. ഞാനത് ഒരിക്കലും പറയത്തില്ല. ടോപ്പ് 5 പോകാനുള്ള വോട്ടോ യോഗ്യത ഉണ്ടെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ഇതിനകത്ത് ഇപ്പൊ ആർക്കും ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും പോകാനുള്ള യോഗ്യത ഒന്നുമില്ല. അത് വേറെ കാര്യം. ആകെ 1-2 പേര് ഈ പറയുന്ന അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും അവരുടെയും ഗെയിമുകളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഗെയിം കളിക്കുന്ന പോലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആർട്ടിഫിഷ്യലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ ഗെയിം കളിക്കുന്ന ഒരാളെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ഒരാളെന്ന് പറയുന്നത് അക്ബറാണ്. അന്നും ഒരുപോലെ ഇന്നും ഒരുപോലെ ഒരു മാറ്റവും ഇല്ല. വെളിയിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എനിക്കതൊന്നും വിഷയമല്ല. ഇപ്പൊ വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊരു ടെൻഷനൊക്കെ ഉണ്ട്. വെളിയിൽ എന്നെ കുറിച്ച് എന്താണ് കരുതുന്നത് എന്നൊക്കെ അക്ബറിന് ഒരു ഭയമുണ്ട്. പക്ഷെ എന്നാലും അക്ബർ അവിടെ അന്നും ഇന്നും ഒരുപോലെ കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇൻക്ലൂഡഡ് ബിന്നി. ഏറ്റവും കൂടുതൽ അതിനകത്തേക്ക് 3 ദിവസം കൊണ്ട് ഈ പറയുന്ന ഇത്രയും ദിവസത്തെ കഥകളെല്ലാം ബിന്നിയുടെ ഹസ്ബൻഡ് പോയി നല്ല ചെവിയിൽ ഓതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരെയും പറ്റി ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇനിയുള്ള കളികളും മുന്നോട്ട് ശ്രദ്ധിച്ചോളൂ ബിന്നിയുടെ. അപ്പം ബിന്നി ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ പോകുന്ന ഈ 3 പേരെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ടോപ്പ് 5 എങ്ങനെയും വരണം. അപ്പൊ ഇവരുമായിട്ടൊന്ന് ഇടിച്ചു നിൽക്കണം. ഇവരുമായിട്ട് ഇടിച്ചു നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെളിയിലുള്ള മറ്റുള്ള ഫാൻസുകാർ ബിന്നി കൊള്ളാം, കുഴപ്പമില്ല, ഇവരുമായിട്ടൊക്കെ അടിച്ചു നിൽക്കുന്നത് പറഞ്ഞിട്ട് ബിന്നിക്ക് വോട്ട് ചെയ്യും. അത് വല്ലാത്തൊരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.